പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ 28 ശനി. പ്രധാന വാർത്തകൾ. തണുപ്പേറിയതോടെ വൈകുന്നേരങ്ങളിലും രാത്രികാലങ്ങളിലും മരുഭൂമികളിലും മലയോരങ്ങളിലും സന്ദർശകർ വർദ്ധിക്കുകയാണ്. എന്നാൽ ഇത്തരം ആളുകൾ മാലിന്യങ്ങൾ ഉപേക്ഷിച്ച് മടങ്ങുന്നതിനെതിരെ മുന്നറിയിപ്പുമായി നഗരസഭ. തണുപ്പകറ്റാൻ തീ കായുന്നവരും ടെന്റുകളിൽ താമസിക്കുന്നവരും പ്ലാസ്റ്റിക് ഭക്ഷണ മാലിന്യങ്ങൾ നീക്കം ചെയ്യണം. അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണം. ചപ്പുചവറുകൾ വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. തീകൊളുത്തി വേണം മടങ്ങാൻ. ടെന്റുകൾക്ക് സമീപം തീക്കുട്ടുന്നത് ഒഴിവാക്കണം. കുടുംബങ്ങളായി എത്തുന്നവർ കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തണം. സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളും അധികൃതർ നിരീക്ഷിക്കും. താമസ മേഖലകളോട് ചേർന്ന് തീ കായുന്നതും ടെന്റുകൾ സ്ഥാപിക്കുന്നതും ഒഴിവാക്കണമെന്നും അധികൃതർ ഉണർത്തി. ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ഹമദ് അൽ ബുസൈദി കുവൈത്ത് കിരീടാവകാശി ഷെയ്ഖ് സബാഹ് ഖാലിദ് അൽ ഹമദ് അൽ മുബാറക് അൽ സബാഹുമായി കൂടിക്കാഴ്ച നടത്തി. കുവൈത്തിൽ നടന്ന GCC മന്ത്രിതല സമിതിയുടെ 46ാമത് അസാധാരണ യോഗത്തോടനുബന്ധിച്ചായിരുന്നു കൂടിക്കാഴ്ച. GCC രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് കൂടുതൽ പുരോഗതിയും അഭിവൃദ്ധിയും കൈവരിക്കുന്നതിന് സംഭാവന ചെയ്യുന്ന തരത്തിൽ വിവിധ മേഖലകളിൽ സംയുക്ത GCC പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ നടത്തിയ ശ്രമങ്ങൾക്ക് കുവൈത്ത് കിരീടാവകാശി അഭിനന്ദനം അറിയിച്ചു. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു. വെല്ലുവിളികൾ നേരിടുന്നതിനും മേഖലയിലെ സുരക്ഷയും സ്ഥിരതയും വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കേണ്ടതിന്റെ പ്രാധാന്യം കൂടിക്കാഴ്ചയിൽ ഇരുപക്ഷവും അടിവരയിട്ടു. വാണിജ്യ മോട്ടോർ സൈക്കിൾ പ്ലേറ്റുകൾക്ക് പുതിയ പ്ലേറ്റുകൾ അവതരിപ്പിക്കുമെന്ന് AD മൊബാലിറ്റി അറിയിച്ചു. വാണിജ്യ സൈക്കിളുകൾക്ക് മഞ്ഞ പ്ലേറ്റുകളായിരിക്കും. വ്യക്തിഗത സൈക്കിളുകൾക്ക് ചുവന്ന പ്ലേറ്റുകൾ നിലനിർത്തും. ധോഫാർ ഗവർണറേറ്റിലെ പ്രധാന പൈതൃക പ്രദേശവും വിനോദസഞ്ചാര കേന്ദ്രവുമായ അൽ ബലീദ് പുരാവസ്തു കേന്ദ്രത്തിൽ വീണ്ടും പുതിയ കണ്ടെത്തലുകൾ. 7ാം സീസണിലെ ഖനനത്തിലാണ് ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന പുരാവസ്തു ശേഖരം ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. 7ാം സീസൺ ഖനനം പൂർത്തിയാക്കിയതായും പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം അറിയിച്ചു. നേപ്പിൾസ് സർവകലാശാലയുമായി ചേർന്നാണ് പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം അൽ ബലീദ് പ്രദേശത്ത് ഖനനം നടത്തിയത്. അൽ ഫർത്താഹ് പ്രദേശത്തിനടുത്തും തെക്കു പടിഞ്ഞാറൻ ഗേറ്റിന് സമീപവുമാണ് ഈ ഘട്ടത്തിൽ ഖനനം നടത്തിയത്. നിരവധി ചെറിയ മുറികളും അടുപ്പുകളും ഉള്ള ഒരു കെട്ടിടമാണ് കണ്ടെത്തിയതെന്ന് മന്ത്രാലയം അറിയിച്ചു. വലിയ അളവിൽ ശംഖുകളും ഖനനത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ കണ്ടെത്തിയിരുന്നു. ഇന്ത്യ, ആഫ്രിക്ക, ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള പുരാവസ്തുക്കളും കണ്ടെത്തിയതായും ഇത് ഈ പ്രദേശത്തിന്റെ ചരിത്രപരമായ വ്യാപാര ബന്ധങ്ങളെ വെളിപ്പെടുത്തുന്നതാണെന്നും പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം Xൽ കുറിച്ചു. അറേബ്യൻ ഗൾഫ് കപ്പിൽ സെമി ഉറപ്പിച്ച് ചെമ്പട. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ UAEയെ 1-1 സമനിലയിൽ തളച്ചാണ് അവസാന നിലയിൽ സ്ഥാനമുറപ്പിച്ചത്. ആദ്യ പകുതിയിൽ UAEക്ക് വേണ്ടി യഹിയ ഖസാനിയും രണ്ടാം പകുതിയിൽ ഒമാനു വേണ്ടി അബ്ദുറഹ്മാൻ അൽ മുഷൈഫിരിയുമാണ് വലകുലുക്കിയത്. 3 കളിയിൽ 1 ജയവും 2 സമനിലയുമടക്കം 5 പോയിന്റുമായാണ് ഒമാനുള്ളത്. ഇരുകൂട്ടർക്കും തുല്യ ആധിപത്യമായിരുന്നു ആദ്യ പകുതിയിൽ. പന്തടക്കത്തിൽ ഒരു പടി റെഡ് വാരിയേഴ്സ് മുന്നോട്ട് നിന്നെങ്കിലും അറ്റാക്കിങ്ങിൽ UAE മികവ് പുലർത്തി. ഒമാൻ ഗോളി മുഖൈനിയുടെ പ്രകടനമാണ് ഗോളെന്നുറപ്പിച്ച UAEയുടെ പല ശ്രമങ്ങളും ഇല്ലാതാക്കിയത്. പതിയെ കൊണ്ടും കൊടുത്തുമായിരുന്നു ഇരു ടീമുകളും ആദ്യ മിനിറ്റുകളിൽ നടത്തിയിരുന്നത്. ഇടത് വലത് വിങ്ങുകളിലൂടെയുള്ള മുന്നേറ്റത്തിൽ ഇരു ഗോൾ മുഖവും നിരന്തരം പരീക്ഷിച്ചെങ്കിലും വല മാത്രം കുലുങ്ങിയില്ല. ഒടുവിൽ 20ാം മിനിറ്റിൽ യഹിയ ഖസാനിയിലൂടെ UAE ലീഡെടുത്ത് ഗ്രൗണ്ടിന്റെ മധ്യഭാഗത്തുനിന്ന് തന്ത്രപരമായ നീക്കത്തിലൂടെ മുന്നേറി. UAE താരങ്ങളുടെ നീക്കമാണ് ഗോളിൽ കലാശിച്ചത്. ബോക്സിന് പുറത്ത് നിന്ന് കിട്ടിയ ക്രോസ് ബോൾ വളരെ മനോഹരമായാണ് യഹിയ ഖസാനി വലയിലെത്തിച്ചത്. ഗോൾ വീണതോടെ UAE പ്രതിരോധത്തിലേക്ക് വലയുമെന്നാണ് കരുതിയത്. എന്നാൽ കളം നിറഞ്ഞ് കളിക്കുന്ന UAEയാണ് കണ്ടത്. സമനിലയ്ക്കായി ഒമാനും കിണഞ്ഞ് പരിശ്രമിച്ചെങ്കിലും എതിർ പ്രതിരോധത്തെ വകഞ്ഞുമാറ്റി മുന്നേറാൻ ഒമാൻ താരങ്ങൾക്കായില്ല. രണ്ടാം പകുതിയിൽ തിരിച്ചടിക്കാനുള്ള വർദ്ധിത വീര്യവുമായായിരുന്നു കോച്ച് റഷീദ് ജാബിറിന്റെ കുട്ടികൾ ഇറങ്ങിയിരുന്നത്.
മികച്ച മുന്നേറ്റവും നിരന്തര അക്രമവുമായി നിറഞ്ഞാടിയ ഒമാൻ താരങ്ങൾ ഇമാറാത്തിന്റെ ഗോൾമുഖത്ത് ഭീതി വിതച്ചു. ഏതു നിമിഷവും ഗോൾ മടക്കുമെന്നായി. ഒടുവിൽ 79-ാം മിനിറ്റിൽ അബ്ദുറഹ്മാൻ അൽ-മഷൈഫിരിയുടെ ഗോളിലൂടെ ഒമാൻ സമനില പിടിക്കുകയായിരുന്നു. അധിക സമയത്ത് ലഭിച്ച UAEക്ക് അനുകൂലമായി പെനാൽറ്റി ലഭിച്ചെങ്കിലും ഒമാൻ ഗോളി ഇബ്രാഹിം അൽ-മുഖൈനി വളരെ വിദഗ്ധമായി തടുത്തിടുകയായിരുന്നു. ഡിസംബർ 28-ന് കോൺഗ്രസിന്റെ ജന്മദിനമാണ്. 1885-ൽ അലൻ ഒക്ടേവിയൻ ഹൂം സ്ഥാപിച്ച പ്രസ്ഥാനം ഇതിനകം തരണം ചെയ്ത പ്രതിസന്ധികൾ ചില്ലറയായിരുന്നില്ല. ഓരോ തടസ്സങ്ങളെയും മറികടന്നുകൊണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനം മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ തിരിച്ചുവരവിന്റെ പാതയിലാണിപ്പോൾ. ഏറ്റവുമൊടുവിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ പ്രകടനവും നെഹ്റു കുടുംബത്തിലെ ഇളം തലമുറയുടെ ഭാഗമായ പ്രിയങ്ക ഗാന്ധിക്ക് വയനാട് മണ്ഡലം നൽകിയ ഭൂരിപക്ഷവും കോൺഗ്രസിൽ ജനം ഏറെ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന സൂചനയാണ് നമുക്ക് നൽകുന്നത്. വടക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ വാദി ബനി ഖാലിദിൽ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം സംഘടിപ്പിക്കുന്ന മൗണ്ടൻ ഹൈക്കിംഗ് പരിപാടി ആരംഭിച്ചു. 2 ദിവസത്തെ ഹൈക്കിങ്ങിൽ രാജ്യത്തുടനീളമുള്ള വിവിധ ഗവർണറേറ്റുകളിൽ നിന്നും പ്രദേശങ്ങളിൽ നിന്നുമായി 150-ലധികം ആളുകളാണ് പങ്കെടുക്കുന്നത്. വാദി ബനി ഖാലിദിലെ പ്രകൃതി രമണീയമായ തടാകത്തിൽ നിന്നാണ് യാത്രയുടെ ആദ്യ ദിനം ആരംഭിച്ചത്. അൽ സഫഹ്, അൽ സഫ, അൽ മുഅസം, ഹൈൽ അൽ നഖ എന്നിവയുൾപ്പെടെ നിരവധി ഗ്രാമങ്ങളിലൂടെ 20 കിലോമീറ്റർ ദൂരം താണ്ടി പർവ്വത ഗ്രാമമായ യഹ്ലൂത്തിൽ ആണ് യാത്ര അവസാനിച്ചത്. 2-ാം ദിവസം യാത്ര യഹ്ലൂത്ത് ഗ്രാമത്തിൽ നിന്ന് പുറപ്പെടുമെന്നും മന്ത്രാലയം അറിയിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.